നമസ്കാരം. ഇഡ്രോപ്പ് സോഫ്റ്റ്വെയറിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്ട്രേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊഫൈൽ ആക്ടിവിറ്റീസ് എന്നിവയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസിന് രണ്ട് വിധത്തിൽ പ്രൊഫൈൽ ലഭ്യമാകുന്നതാണ്. ഒന്നാമതായി ഹോം പേജിൽ കാണുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്ട്രേഷൻ എന്ന ടാബ് വഴി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സ്വന്തമായി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ പ്രൊഫൈൽ ആക്റ്റീവ് ആകണമെങ്കിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിയുടെ അപ്രൂവൽ ആവശ്യമാണ്. രണ്ടാമത്തേത്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉൾപ്പെടുന്ന തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് യൂസർ ID, പാസ്വേഡ് അടങ്ങുന്ന ഒരു ലെറ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൈമാറുന്നതാണ്. യൂസർ ID, പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെൽഫ് ഓൺബോർഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഹോം പേജിൽ കാണുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്ട്രേഷൻ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട എല്ലാ മാൻഡേറ്ററി ഫീൽഡ്സും ഫിൽ ചെയ്യേണ്ടതാണ്. എല്ലാ മാൻഡേറ്ററി ഫീൽഡ്സും എൻട്രി ചെയ്തതിന് ശേഷം പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പാസ്വേഡിൻ്റെ ക്രൈറ്റീരിയ താഴെ കാണിക്കുന്നുണ്ട്. അതേ ഫോർമാറ്റിലായിരിക്കണം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ദെൻ ക്യാപ്ച കൊടുത്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പേജ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP ലഭ്യമാകുന്നതാണ്. വെരിഫൈ മൊബൈൽ കൊടുത്താൽ OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പ്രൊസീഡ് ആൻഡ് വെരിഫൈ ലേറ്റർ എന്നാണെങ്കിൽ OTP വരത്തില്ല. വെരിഫൈ മൊബൈൽ കൊടുക്കുക. വെരിഫൈ, പ്രൊസീഡ്. ലോഗിൻ ID എന്ന് പറയുന്നത് മൊബൈൽ നമ്പർ ആയിരിക്കും. അതോടൊപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് ഡീറ്റെയിൽസും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന മെസ്സേജും കാണാൻ കഴിയുന്നതാണ്. ദെൻ ലോഗിൻ. ലോഗിൻ ചെയ്യുമ്പോൾ യുവർ അക്കൗണ്ട് ഈസ് അവൈറ്റിംഗ് അപ്രൂവൽ എന്നൊരു മെസ്സേജ് കാണിക്കുന്നതാണ്. ലോക്കൽ ബോഡിയിൽ നിന്നും ഈ റിക്വസ്റ്റ് അപ്രൂവ് ചെയ്താൽ മാത്രമേ ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊഫൈൽ ആക്ടിവിറ്റീസ് എങ്ങനെയാണെന്ന് നോക്കാം. യൂസർ നെയിം, പാസ്വേഡ്, ക്യാപ്ച എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പ്രൊഫൈൽ പേജ്. ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫസ്റ്റ് ആക്ടിവിറ്റി എംപ്ലോയി സ്ട്രെങ്ത് അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ്. അതിനായി എലക്ഷൻ ടാബിനുള്ളിലെ മാനേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ട്രെങ്ത് എന്ന മെനു ക്ലിക്ക് ചെയ്യുക. ഡിഫോൾട്ടായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റർ ചെയ്ത സമയത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ട്രെങ്ത് 1 ആയിട്ടാണ് സെറ്റ് ചെയ്തിരുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആക്ച്വൽ സ്ട്രെങ്ത് എത്രയാണോ അതിവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. 2 കൊടുത്തു സബ്മിറ്റ് ചെയ്യുകയാണ്. സ്റ്റാഫ് സ്ട്രെങ്ത് 2 ആയി കാണിക്കുന്നുണ്ട്. ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്ഡേഷൻ ചെയ്താൽ മാത്രമേ ബാക്കി ടാബ്സ് എനേബിളായി വരത്തുള്ളൂ. ഇൻസ്റ്റിറ്റ്യൂഷൻ സെൽഫ് ഓൺബോർഡ് ചെയ്യുമ്പോഴായാലും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷൻസ് രജിസ്റ്റർ ചെയ്ത് തരുമ്പോഴായാലും എല്ലാ ഡീറ്റെയിൽസും കാണണമെന്നില്ല. അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്ഡേഷൻ മാൻഡേറ്ററി ആയിട്ട് ചെയ്യണം. നിലവിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ പ്രീഫിൽഡ് ആയിട്ട് കാണും. മൊബൈൽ നമ്പർ ഒന്നുകൂടി എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ഫീൽഡും വെരിഫൈ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്ഡേഷൻ സക്സസ്ഫുൾ ആയാൽ മാത്രമേ എംപ്ലോയി രജിസ്ട്രേഷനും ഇമ്പോർട്ട് ഫ്രം സ്പാർക്കും എനേബിളായി വരത്തുള്ളൂ. സ്റ്റാഫ് സ്ട്രെങ്തിനനുസരിച്ച് എംപ്ലോയി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഫൈനൽ സബ്മിഷൻ ഈ മെനുവും എനേബിളായി വരത്തുള്ളൂ. രണ്ട് വിധത്തിൽ എംപ്ലോയീസിനെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എംപ്ലോയി രജിസ്ട്രേഷൻ വഴി എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുത്ത് സേവ് ചെയ്യാം. അല്ല എങ്കിൽ ഇമ്പോർട്ട് ഫ്രം സ്പാർക്കിൽ പെൻ നമ്പർ കൊടുക്കുന്നു, ഗെറ്റ് ഡേറ്റ കൊടുക്കുന്നു. എംപ്ലോയിയുടെ എല്ലാ ബേസിക് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കാണിക്കും. കൺഫേം ഇമ്പോർട്ട് എന്ന ഓപ്ഷൻ കൊടുക്കുക. ഈ പേജിൽ എംപ്ലോയിയുടെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഫിൽഡായി വരും. ബാക്കി ബേസിക് പേ, വോട്ടർ ID, IFSC കോഡ്, അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്.
അക്കൗണ്ട് നമ്പർ മാൻഡേറ്ററി ആയിട്ടും എൻ്റർ ചെയ്ത് കൊടുക്കണം. അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്തില്ലെങ്കിൽ അവർക്ക് റെമ്യൂണറേഷൻ ലഭ്യമാകുകയില്ല. ദെൻ സേവ് ചെയ്യുക. സ്റ്റാഫ് സ്ട്രെങ്തിനനുസരിച്ചുള്ള എംപ്ലോയി ഡീറ്റെയിൽസ് എൻട്രി വരുത്തി കഴിഞ്ഞാൽ മാത്രമേ ഫൈനൽ സബ്മിഷൻ എന്ന ബട്ടൺ എനേബിളായി വരത്തുള്ളൂ. മെനു ബട്ടണിൽ ഓരോ എംപ്ലോയീസിൻ്റെയും ഡീറ്റെയിൽസ് വ്യൂ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും ഓക്കെ ആണെങ്കിൽ ഫൈനൽ സബ്മിഷൻ ചെയ്യാവുന്നതാണ്. ഫൈനൽ സബ്മിഷൻ കഴിഞ്ഞാൽ ഒരു ലെറ്റർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ലെറ്റർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഏൽപ്പിക്കാനുള്ളതാണ്. അവിടെ നിന്നുള്ള അക്നോളജ്മെൻറ്റും ഇതിൽ ലഭ്യമാകുന്നതാണ്. എംപ്ലോയി മാനേജ്മെൻറ്റ് എന്ന ഈ ടാബ് വഴി എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് വ്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ എംപ്ലോയീസിൻ്റെ മൊബൈൽ നമ്പർ എഡിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. നെക്സ്റ്റ് റിപ്പോർട്ട്. ഫസ്റ്റ് റാൻഡമൈസേഷൻ കഴിഞ്ഞ ഫസ്റ്റ് റാൻഡമൈസേഷൻ റിപ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അഡ്മിൻ ലോഗിനിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് റാൻഡമൈസേഷൻ റിപ്പോർട്ടിൽ കവറിംഗ് ലെറ്റർ, അക്നോളജ്മെൻറ്റ്, ഫോം 15, പോസ്റ്റിംഗ് ലഭ്യമായിട്ടുള്ള എംപ്ലോയീസിൻ്റെ പോസ്റ്റിംഗ് ഓർഡർ എന്നിവ ലഭ്യമാകുന്നതാണ്. പ്രിസൈഡിംഗ് ഓഫീസർക്കും ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്കും ട്രെയിനിങ് ഉണ്ട്. ആയതിനാൽ ട്രെയിനിങ്ങിൻ്റെ ഡീറ്റെയിൽസ്, ഡേറ്റ്, ടൈം, പ്ലേസ് ഓഫ് ട്രെയിനിങ് എന്നിവ പോസ്റ്റിംഗ് ഓർഡറിൽ ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ പോളിംഗ് ഓഫീസേഴ്സിന് ട്രെയിനിങ് ഇല്ല. ആയതിനാൽ ട്രെയിനിങ്ങിൻ്റെ ഡീറ്റെയിൽസ് പോസ്റ്റിംഗ് ഓർഡറിൽ ഉണ്ടായിരിക്കുന്നതല്ല. ഫസ്റ്റ് റാൻഡമൈസേഷൻ കഴിഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ഡ്യൂട്ടി ലഭ്യമായിട്ടുള്ള എംപ്ലോയീസിന് പോസ്റ്റിംഗ് ഓർഡർ ഡൗൺലോഡ് ചെയ്ത് സെർവ് ചെയ്യേണ്ടതാണ്. ശേഷം ഫസ്റ്റ് ഓർഡർ സെർവ് എന്ന സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. എന്നാണോ സെർവ് ചെയ്ത ആ ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുത്ത് കൺഫേം കൊടുക്കണം. ദെൻ ഓർഡർ സെർവ്ഡ് കൺഫേംഡ് എന്ന മെസ്സേജ് കാണുന്നതായിരിക്കും. ദെൻ സെക്കൻഡ് റാൻഡമൈസേഷൻ കഴിഞ്ഞാൽ സെക്കൻഡ് റാൻഡമൈസേഷൻ്റെ റിപ്പോർട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അഡ്മിൻ ലോഗിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. സെക്കൻഡ് റാൻഡമൈസേഷൻ റിപ്പോർട്ടിൽ കവറിംഗ് ലെറ്റർ, അക്നോളജ്മെൻറ്റ്, ഫോം 14 അല്ലെങ്കിൽ ഫൈനൽ പോസ്റ്റിംഗ് ഓർഡർ എന്നിവ ലഭ്യമാകുന്നതാണ്. ഫൈനൽ പോസ്റ്റിംഗ് ഓർഡറിൽ എംപ്ലോയി ഉൾപ്പെട്ടിട്ടുള്ള പാർട്ടി നമ്പർ, പാർട്ടി മെമ്പേഴ്സ്, ഡ്യൂട്ടി ചെയ്യേണ്ട പോളിംഗ് സ്റ്റേഷൻ ഡീറ്റെയിൽസ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കളക്ഷൻ സെൻറ്റേഴ്സ് എന്നീ വിവരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഫൈനൽ പോസ്റ്റിംഗ് ഓർഡർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ എല്ലാ എംപ്ലോയീസിനും സെർവ് ചെയ്യേണ്ടതാണ്. ശേഷം സെക്കൻഡ് ഓർഡർ സെർവ് എന്ന സ്റ്റാറ്റസും അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഓർഡർ സെർവ്ഡ് കൺഫേംഡ് എന്നൊരു മെസ്സേജ് സ്ക്രീനിൽ കാണിക്കുന്നതാണ്. നെക്സ്റ്റ് ഡ്രിൽ ഡൗൺ. ഈ ടാബിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ എല്ലാ എംപ്ലോയീസിൻ്റെയും ഡീറ്റെയിൽസ് വ്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹെൽപ്പ്, ഇത് യൂസർ മാനുവൽ ഉണ്ടായിരിക്കും. നോട്ടീസ്, ഈ ടാബിൽ SSCയിൽ നിന്നോ DEOയുടെ ഓഫീസിൽ നിന്നോ നൽകുന്ന അനൗൺസ്മെൻറ്റ്, നോട്ടിഫിക്കേഷൻ എന്നിവ ലഭ്യമാകുന്നതാണ്. ഇത്രയുമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ ആക്ടിവിറ്റീസ്. താങ്ക് യു.